മിസ്റ്റർ ശേഖർ എന്റെ അതിഥിയാണ്. ഓഹോ, ഐ എം വെരി സോറി. മിസ്റ്റർ ശേഖർ എനിക്ക് വേണ്ടി ഇവനോട് ക്ഷമിക്കണം. രവി, നീ ജയിലിൽ പോയി കുടുംബത്തിന്റെ അന്തസ്ത് തകർത്തു. എന്നിട്ടിപ്പോ പാർട്ടി കയറി വന്നത് ബഹളം ഉണ്ടാക്കാനാ? ഞാൻ പറഞ്ഞിട്ട് വേണം എങ്ങനെ പെരുമാറണം നിനക്ക് മനസ്സിലാക്കാൻ. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. ഇത് രവി എന്റെ മകനാണ്. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളെ സ്നേഹിക്കാൻ അമ്മയുണ്ടല്ലോ. ഗോവിന്ദ, ഞാനത് നിർത്തി. മേലാൽ എന്റെ മുമ്പിൽ ഇത് കൊണ്ടുവരരുത്. ഇത് കളയാനുള്ളതല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. നമ്മളിടുന്ന എല്ലാ പരിപാടിയും തകരുകയാണല്ലോ ശേഖർ. അങ്ങനെ തീരുമാനിക്കാറായിട്ടില്ല. ആ രവി പെട്ടെന്ന് കയറി വന്നതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. ശേഖർ, അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. നീ നോക്കിക്കോ, ഇന്ന് ഇമ്പാലാക്കാറിൽ കറങ്ങുന്ന അവനെ നാളെ ഞാൻ തെരുവിൽ പിച്ചെടുപ്പിക്കും. അതിനൊരു മാർഗമുണ്ട്. എന്താണത്? സുഗുവിനെ നമുക്കൊരു കരുവാക്കി മാറ്റണം. അയാൾക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാളെ എങ്ങനെയെങ്കിലും കറക്കി ഞാനിവിടെ കൊണ്ടുവരും. ബാക്കി കാര്യം ഞാൻ ഏറ്റു ശേഖർ. സുഗു, സുഗു. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. ആന്റി എന്തിനാ എനിക്ക് കാപ്പി ഉണ്ടെന്ന്? എത്ര കാലമായി നീ എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട്? ആന്റി എന്നെ എന്തിനാ സൂക്ഷിച്ചു നോക്കുന്നത്? ഒന്നുമില്ല. ചെറുപ്പത്തിലേ കണ്ടതല്ലേ. എത്ര വർഷമായി നീ എങ്ങനെ വളർന്നുപോയി. അന്ന് നിന്നെ ബോർഡിങ്ങിൽ കൊണ്ട് ചേർത്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നീ എന്ന് വരുമെന്ന് ഓർത്ത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എന്തുമാത്രം വേദനിച്ചു. എന്നും എപ്പോഴും നിന്നെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമായിരുന്നു എനിക്ക്. സുഗു, സുഗു എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു? Why should I? ഞാൻ എന്തിനാ ആന്റിയെ പറ്റി ഓർക്കുന്നത്? എനിക്കൊരു അമ്മയില്ലല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കുമായിരുന്നു. സുഗു ഇന്നലെ വല്ലാതെ കുടിച്ചിരുന്നു. ഇങ്ങനെ കുടിക്കരുത് കുഞ്ഞെ. അത് സാരമില്ല മമ്മി, ഞാൻ എത്രയോ കുടിച്ചിരിക്കുന്നു. ശീലിച്ചു പോയതല്ലേ. നീ അത് മാറ്റാൻ ഒക്കുമോ? എന്നെ ശാസിക്കാനും ഉപദേശിക്കാനും എനിക്കൊരു അമ്മ ഇല്ലാതായി പോയല്ലോ. ഞാനില്ലേ? അയ്യോ, അപ്പൊ എനിക്കോ? എന്തൊക്കെയായാലും മമ്മിക്ക് സുഖിന്റെ പെറ്റമ്മയാ സാധിക്കില്ല, ഇല്ലേ മമ്മി? യു ആർ കറക്റ്റ്. രവി പറയുന്നതാണ് സത്യം. ആന്റിക്ക് ഒരിക്കലും എന്റെ പെറ്റമ്മയുടെ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല. ലക്ഷ്മി, ചൂടുള്ള ആ ദോശ ഇങ്ങ് കൊണ്ടുവരൂ. ഇഡ്ഡലിയും വേണം. പിന്നെ മുട്ട ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതും ഇങ്ങ് വേണം. വേഗം വേണം. What all this nonsense? നിങ്ങൾ എന്തിനാ ബഹളം വെക്കുന്നത്? ഗുഡ് മോർണിംഗ് സു. ഗുഡ് മോർണിംഗ് മമ്മി. പുസ്തക വായനയിൽ വലിയ ഇൻട്രസ്റ്റ് ആണല്ലേ? See, this book is about painting. ഞാൻ ഒരുമാതിരിയൊക്കെ വരയ്ക്കുകയും ചെയ്യും. ഈ ചിത്രം കണ്ടോ? ദിസ് ഈസ് ഒറിജിനൽ. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടാൽ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ആയി തിരിച്ചറിയാൻ പറ്റില്ല. ഫോറിനിൽ അത്ര സമർത്ഥരായ ആർട്ടിസ്റ്റുകളാണുള്ളത്. അവിടെ ഒറിജിനൽ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി മാറ്റുന്നത്? ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ആക്കി മാറ്റുന്നവരാണുള്ളത്, അല്ലേ മമ്മി?
വാട്ട് ആർ ഡൂയിങ് ആണ്ടി? നിങ്ങൾ കൈ കൊണ്ടെടുത്ത് വെക്ക്. എന്തെങ്കിലും രോഗം പിടിക്കും. എന്തിനാ ഫോർക്ക് സ്പൂണൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും കൈ കൊണ്ട് വരാതെ മുരളിയെ കൊടുത്തയക്കും. മമ്മി, എന്താ മമ്മി? അവൻ പോയെങ്കിൽ പോട്ടെന്നേ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. മമ്മി മമ്മിയുടെ കൈ കൊണ്ട് എനിക്കെടുത്ത് വെച്ചാ ഞാൻ കഴിക്കാം. എന്താ ആലോചിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും രോഗം വരുമെന്നോ? മമ്മിയുടെ കൈ കൊണ്ട് എടുത്തതെന്ന് എനിക്ക് എന്തെങ്കിലും രോഗം വരികയാണെങ്കിൽ വരട്ടെ, ഞാൻ സഹിച്ചോളാം. എന്തു വേണം? ശ്രീദേവി ഇല്ലേ? ഉണ്ട്. അവരോടൊപ്പം സംസാരിക്കാനുണ്ട്. വരൂ. ഇരിക്ക്. മോളെ ശ്രീദേവി, എന്തു വേണം? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എനിക്ക് കേൾക്കണമെന്നില്ല. പ്ലീസ്, ദേഷ്യപ്പെടരുത്. നിങ്ങളോട് ദേഷ്യപ്പെടാൻ ഞാനാരാ? ഞാൻ കാരണമാണല്ലോ ശ്രീദേവിയുടെ അച്ഛൻ മരിച്ചത്. ആ ഓർമ്മയെങ്കിലും നിങ്ങൾക്കുണ്ടല്ലോ. സാധാരണ പണക്കാർക്ക് അതുണ്ടാവാറില്ല. ഞാനൊരു പണക്കാരനായിട്ടല്ല വന്നിരിക്കുന്നത്, ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാൻ. ഞാൻ കാരണം ശ്രീദേവിയുടെ ജോലി പോയെന്നറിഞ്ഞു. അതിന് നിങ്ങൾ വിഷമിക്കണമെന്നില്ല. ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ശ്രീദേവി വീണ്ടും ആ പത്രം ഓഫീസിൽ ജോലിക്ക് പോകണം. നിങ്ങൾ പറയുമ്പോൾ ജോലിക്ക് പോകാനും നിങ്ങളുടെ അമ്മ പറയുമ്പോൾ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാനും ഞാനെന്താ നിങ്ങളുടെ കളിപ്പാവയാണോ? ക്ഷമിക്കണം, ആ ഉദ്ദേശത്തോടെയല്ല ഞാൻ പറഞ്ഞത്. ശ്രീദേവി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചാൽ എന്നോട് ക്ഷമിച്ചു എന്നെനിക്ക് ആശ്വസിക്കാം. ഞാൻ ഇറങ്ങുന്നു. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ആ പയ്യന്റെ സ്വഭാവം ആപ്പാടെ മാറിപ്പോയെന്ന് തോന്നുന്നു, ഇല്ലേ മോളെ? അന്ന് മമ്മി പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രീദേവിയെ പിരിച്ചുവിട്ടു. ഇപ്പോൾ ഞാൻ പറയുന്നു അവരെ തിരിച്ചെടുക്കണമെന്ന്. അല്ലെങ്കിൽ തനിക്ക് പരസ്യമില്ല. അയ്യോ വേണ്ട സാർ, അതൊന്നും വേണ്ട സാർ. ഞാൻ ശ്രീദേവി വിളിച്ച് ഇപ്പൊ തന്നെ ജോലി കൊടുക്കാം. ശ്രീദേവി വീട്ടിലാണ്. ഫോർമാൻ വിളിച്ച് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞേക്കാം. അതാ എനിക്ക് നല്ലത്. ഞാൻ വരാം. ഓ മനസ്സിലായോ? അന്ന് അമ്മ പറഞ്ഞു ഇടത്തോട്ട് ചായ, ഞാൻ ചാഞ്ഞു. ഇന്ന് മകൻ പറഞ്ഞു വലത്തോട്ട് ചായ, ഞാൻ ചാഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞാഞ്ഞ് ഞാൻ അടുത്തെത്തി വിടാച്ചാ മതിയായിരുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ സുകുമാരൻ തമ്പി, വിദേശത്തിൽ നിന്നും വന്ന് ഈ ഫാക്ടറിയുടെയും മറ്റു സ്വത്തുക്കളുടെയും ചുമതല ഏറ്റെടുത്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും കാലം നിങ്ങൾ എനിക്ക് തന്ന സഹായ സഹകരണങ്ങൾ മിസ്റ്റർ സുകുമാരൻ തമ്പിക്കും കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരും, നമുക്ക് അകത്തേക്ക് പോവാം. ഹലോ മമ്മി, കം കം കം, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇന്ന് സുകുമാരൻ തമ്പി ഇവിടെ വന്ന് ചാർജ് എടുക്കുന്ന വിവരം നിനക്ക് അറിഞ്ഞുകൂടെ? അറിയാം. പിന്നെന്തിനാണ് നീ ഇവിടെ വന്നത്? ഇത് സുകുമാരൻ തമ്പി ഇരിക്കേണ്ട കസേരയാണ്. അയ്യോ മമ്മി, മമ്മി അല്ലേ എന്നോട് പറഞ്ഞത് ഇന്ന് സുകുമാരൻ തമ്പി ഓഫീസിൽ വരും, അതുകൊണ്ട് നേരത്തെ ചെന്നാ കസേര ഇരിക്കണമെന്ന്? എന്താ രവി പറയുന്നത്? ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്, മുഴുവൻ നുണയാണ്. നുണയോ? അല്ല സുഖു, ഇവരെന്റെ പെറ്റമ്മയല്ലേ, ഇവരെ കുറിച്ച് ഞാൻ കള്ളം പറയൂ? രവി, സുഖുവിന്റെ മുമ്പിൽ വെച്ച് എങ്ങനെയാണ് കുറ്റം സമ്മതിക്കേണ്ടതെന്ന് ആലോചിക്കുകയായിരിക്കും, അല്ലേ മമ്മി? സുഖു, ഈ ഫാക്ടറി സ്വത്തുക്കളെല്ലാം നിന്റേതാണ്. നിന്റെ മുത്തശ്ശൻ നിന്റെ പേര് എഴുതി വെച്ചതാണ്. ആ, ഇപ്പോഴാ ഓർമ്മ വന്നത്. മമ്മി സുഖുവിന്റെ മുത്തച്ഛന്റെ സഹോദരിയായിട്ടും നമുക്കൊന്നും തന്നില്ലല്ലോ, എല്ലാം സുഖുവിന്റെ പേർക്കല്ലേ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ മമ്മിയല്ലേ എന്നോട് പറഞ്ഞത്?
സുഖു ഇവനെന്താ ഭ്രാന്ത് പറയാണ്? ഇറ്റ്സ് ഓൾ റൈറ്റ്. മുത്തച്ഛൻ ദിവ്യയുടെ പേർ കൂടി എന്തെങ്കിലും എഴുതി വെക്കേണ്ടായിരുന്നു. ആണ്ടിക്ക് മകനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇത്രയും കാലം ഫാക്ടറിയും മറ്റും ദിവ്യയിലെ നോക്കി നടത്തിയത്. ലെറ്റ് ഹിം കണ്ടിന്യൂ. ഓക്കെ രവി? ഓക്കെ, ശരി. എന്തിനാടാ സുഖുവിനോട് നീ ഇങ്ങനെ കള്ളം പറഞ്ഞത്? മമ്മി, ഇത് എനിക്ക് മമ്മിയുടെ മോന് പ്രയോജനമുള്ളതല്ലേ? സ്വത്തും പണവും സ്വന്തം മക്കൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി ഓരോ അമ്മമാർ എന്തെല്ലാം ചതിവുകളാണ് ഈ ലോകത്ത് ചെയ്യുന്നത്, അല്ലേ മമ്മി? എന്തായത്? ഫോറിനാ. കുടിക്കാനത് ബാറല്ല, ഓഫീസാണ്. ഔട്ട് എന്ന് പറഞ്ഞ ഇറങ്ങി പോടാ. ഇങ്ങനെ പോയ ക്യാഷിനോട് വരാൻ പറയൂ. എനിക്ക് ഓഫീസിൽ എന്താ പണി? ടെലിഫോണിൽ സൊല്ലുന്നു 3 ദിവസത്തിനകം അക്കൗണ്ട് സെറ്റ് ചെയ്തിരിക്കണം. അതർവൈസ് ഐ വിൽ ത്രോ യു ഔട്ട്. പോയി ഡോറിനോട് വരാൻ പറയൂ. ഇത് ക്രിക്കറ്റ് കമന്ററി കേൾക്കാനുള്ള സ്ഥലമല്ല. മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ തന്നെ പന്ത് ഉറക്കുന്ന സ്റ്റേഡിയത്തിലേക്കും പോയി ടൈപ്പിച്ചു വരാൻ പറയൂ. ഇത് ജോബ് ടൈപ്പിംഗ് സെന്റർ അല്ല, ഓഫീസ്. പേഴ്സണൽ വർക്കൊന്നും ഓഫീസ് ടൈപ്പ് റൈറ്റിൽ അടിക്കരുത്. ഓക്കെ? ആ പേഴ്സണോട് വരാൻ പറയൂ. മേക്കപ്പ് ഒക്കെ വീട്ടിൽ വെച്ച് ചെയ്യണം, ഓഫീസിലല്ല. ലവ് മേക്കിങ്ങിന് പാർക്കിലോ ബീച്ചിലോ ഇടം കണ്ടെത്തണം, നോട്ട് ഇൻ ദ ഓഫീസ്. സോറി സർ. പോയി മോഹനോട് വരാൻ പറയൂ. ഓ, ഇനി മേലാത്താൻ പെമ്പിള്ളാരോട് ചൊല്ലുന്ന കണ്ടാൽ പോയി കൃഷ്ണമൂർത്തിയോട് വരാൻ പറയൂ. അയ്യോ, കോപ്പിട്ടവളാക്കും. പാട്ട് കച്ചേരിയൊക്കെ ഉത്സവപ്പറമ്പിൽ, ഓഫീസിലല്ല. അണ്ടർസ്റ്റാൻഡ്? ശരി സർ. മേലാ താൻ ഇവിടുന്ന് പാടുന്ന കേട്ടാൽ തന്റെ നാവ് ഞാൻ പിടിച്ചു കളയും. ശരി സർ. മണിക്കൂറും കാമുകൻ സ്നേഹിച്ച പെണ്ണിന്റെ അമ്മയുമായി കടന്നു കളയാൻ ശ്രമിച്ചു. കാമുകി പരാമർ കുടിച്ചു മരിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ ശ്രീദേവി വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. അന്ന് സുഭദ്രാമ്മ തങ്കച്ചി പറഞ്ഞപ്പോൾ എന്നെ പിരിച്ചുവിട്ടു. ഇന്നവരുടെ മകൻ പറഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. ഇതൊക്കെ ശ്രീദേവി എങ്ങനെ പറഞ്ഞു? ഞാൻ എങ്ങനെ അറിയട്ടെ? പക്ഷേ ഇവിടെ ജോലി ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അയ്യോ, ശ്രീദേവി ചതിക്കില്ലേ? 13 പിള്ളേര് 3 ഭാര്യമാരുള്ളവരാണ് ഞാൻ. എന്റെ ഫുട്പാത്തിലാക്കല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് അക്രമം എഴുതാൻ പറഞ്ഞാലും അത് ഞാൻ ചെയ്യണം. വേണ്ട വേണ്ട, ഇനി നമ്മുടെ പത്രത്തില് സത്യത്തിനെതിരായി ഒരു ന്യൂസ് എഴുതില്ല. നീ അങ്ങനെ വല്ല എഴുതിയ രവീന്ദ്രൻ നമ്പി എന്നെ വകവരുത്തെന്ന് പറഞ്ഞിട്ടാണ് പോയത്. നേരാണേ പറയുന്നത്? സത്യാണ്. എന്റെ 3 ഭാര്യമാരാണ്. സത്യാണ്. എന്റെ പൊന്നു ശ്രീദേവി ചതിക്കരുത്. എങ്കിൽ ഞാനിവിടെ ജോലി ചെയ്യാം. സൂക്ഷിച്ചു പോയിക്കോളൂ. ബെഞ്ച് സ്റ്റൂൾ.